ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നൊരു ഹെൽത്തി ഡിഷ് ഉണ്ടാക്കിയാലോ. ഹെൽത്തി ഡിഷ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയണതാണ്, എന്നാലും നമുക്ക് ഉണ്ടാക്കാവായോ. അപ്പോൾ ഗൈസ്, ഇതിന് 2 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് മെയിനായിട്ട്. ആ 2 ഇൻഗ്രീഡിയൻസ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഞാൻ ഉണ്ടാക്കാൻ പോണേന്ന്. അപ്പോൾ ഫസ്റ്റ് തന്നെ പാലാണ് അടുത്തത്, പിന്നെ ഓട്സ് ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉണ്ടാക്കാൻ പോണേന്ന്. അത് തന്നെ ഗൈസ്, ഞാൻ ഓട്സ് ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ കഥ ഒന്നും പറയുന്നില്ല, നേരെ വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പാത്രം കഴുകി എന്നിട്ട് പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്, കാരണം ആ കട്ടി കുറയാനും പിന്നെ എൻ്റെ എത്തത്താൾക്കൊക്കെ ഒക്കെ ഉണ്ട് അവർക്കും കൊടുക്കാൻ വേണ്ടി ഞാൻ ഇത്തിരി വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓട്സ് ആണ് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് ഇളക്കാം. അപ്പം ഞാൻ ഇനി 2 ടീസ്പൂണ് പഞ്ചസാര ആണ് ഇടുന്നത്. ഓക്കെ, 2 ടീസ്പൂൺ കേട്ടോ. എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ഞാൻ വെറുതെ പറയുന്നതാണ് കേട്ടോ. നമുക്ക് എന്നിട്ട് വീണ്ടും ഇളക്കാം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഞാൻ കുറച്ച് നേരമായിട്ടോ ഇത് ഇളക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്കിനി 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് വേറെ പാത്രത്തേക്ക് ആക്കാം. അപ്പോൾ ഗൈസ്, 5 മിനിറ്റ്സ് ആയി. അപ്പോൾ നമുക്ക് പാത്രം കഴുകാം. എന്നിട്ട് ഓട്സ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗായ്സ്, ഞാൻ ഇതിന് ഒരു ഡിസൈന് വേണ്ടിയിട്ട് ഒരു കാഷ്യൂനട്ടും പീനട്ടും ഉള്ളൊരു സെറ്റാണ് ഞാൻ ഇട്ടെടുക്കാൻ പോകുന്നത്. ഇതിൽ കാഷ്യൂനട്ടും പീനട്ടും പിന്നെ വേറെ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട് ഗായ്സ്, അതെനിക്കറിയില്ല. നമുക്കിത് ഇപ്പോൾ തൽക്കാലം ഇട്ട് കൊടുക്കാം. ഈ ഓട്സ് എന്ന് വെച്ചാൽ ഹെൽത്തിയാണ്. അതിൽ കൂടി ഈ പീനട്ടൊക്കെ വരുമ്പോൾ ഒന്നും കൂടി ഹെൽത്തി ആവും കേട്ടോ ഗായ്സ്. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ, ഉപ്പല ഉണ്ടാക്കിയിട്ടുള്ളൂ, അതാണ് ഞാൻ ഇപ്പോൾ എടുത്ത് കഴിക്കുന്നത്. അപ്പം ഗായ്സ്, സൂപ്പറാണ് കേട്ടോ ഗായ്സ്. ആ പീനട്ടും കാഷ്യൂനട്ടൊക്കെ ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതേപോലെ നിങ്ങളും ഹെൽത്തി ആയിരിക്കുക. അപ്പം അത്രയുള്ളൂ. ബൈ.